എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി കഷ്ടിച്ച് ഒരു വർഷം മാത്രമേ ഉള്ളൂ കേരളത്തിൽ അസംബ്ലി ഇലക്ഷൻ നടക്കാൻ വേണ്ടി. ഇനി 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളായിരിക്കും കേരളത്തിൽ അസംബ്ലി ഇലക്ഷൻ നടക്കുക. മിക്കവാറും അങ്ങനെയാണല്ലോ, സമ്മറിലാണല്ലോ ഇലക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ അതിരൂക്ഷമായ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ കേരളത്തിലുണ്ട്. പക്ഷേ ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം, ചേലക്കര അദ്ദേഹം ജയിച്ചതിന് ശേഷം ഇവിടുത്തെ ഇടത് സൈബർ ഹാൻഡിലുകളിൽ നിന്ന് കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമില്ല, പിണറായി വിജയൻ സർക്കാരോട് ജനങ്ങൾക്ക് എതിർപ്പില്ല എന്നുള്ള പ്രചരണങ്ങൾ ശക്തമായി നടക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. ഗ്രൗണ്ട് റിയാലിറ്റി എക്സാക്ട് ഓപ്പോസിറ്റാണ്. അവർ പറയുന്ന മാതിരിയല്ല. കേരളത്തിലെ ജനങ്ങൾ ശരിക്കും പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ ഒന്ന് താഴെ ഇറക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ജനങ്ങളുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ കോൺഗ്രസ് ആണ്. പക്ഷേ കോൺഗ്രസിന് എങ്ങനെ വോട്ട് ചെയ്യും ജനങ്ങൾ? കോൺഗ്രസിന് എന്ത് വിശ്വസിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യും? അതായത് ഇവർ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭരിക്കാൻ പോകുന്നത്, കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭരിക്കുന്നത് മുസ്ലിം ലീഗ്, SDP, ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയുള്ള ആൾക്കാരുടെ നിയന്ത്രണത്തിലാണ് കോൺഗ്രസ്. അതായത് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, അതൊരു ഇസ്ലാമിക് നാഷണൽ കോൺഗ്രസ് എന്നാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ പണ്ട്. അപ്പോൾ ഇൻ കേസ് കോൺഗ്രസിന് ഭരണം കിട്ടിയെന്നിരിക്കട്ടെ, അവരിപ്പോൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അവർക്ക് എന്തായാലും ഭരണം കിട്ടും. അതായത് 2026 എന്തായാലും ഭരണം മാറും. അത്രമാത്രം ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് എന്നാണ്. ഈ പാലക്കാട് ഇലക്ഷൻ്റെ ഈ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ജയിച്ചതിന് ശേഷം അവർക്ക് അതിനൊരു ഓവർ കോൺഫിഡൻസ് ആയിട്ടുണ്ട്. നമുക്കറിയാം ഹരിയാനയിൽ എന്താ സംഭവിച്ചത്. ഹരിയാനയിൽ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു അവർക്ക്. അതായത് എന്ത് തന്നെയായാലും അവിടെ ഭരണമാറ്റം ഉണ്ടാവും എന്ന് അവർ ധരിച്ചു. അതുകൊണ്ട് ഗ്രൗണ്ടിലിറങ്ങി പണിയെടുത്തില്ല. RSSും BJPയും ഗ്രൗണ്ടിലിറങ്ങി പണിയെടുത്തു. അവർക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടി. ഫലം വരുമ്പോൾ ഹരിയാനയിൽ തുടർച്ചയായി മൂന്നാം തവണയും BJP അധികാരത്തിൽ വന്നു. അവരെ എക്സിറ്റ് പോളുകൾക്ക് വിശ്വസിച്ചു. എക്സിറ്റ് പോളുകളെ എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ കോൺഗ്രസ് അധികാരത്തിൽ വരും, BJPക്ക് 20 താഴെ സീറ്റൊക്കെ കിട്ടുന്നൊക്കെയാണ് എക്സിറ്റ് പോളുകൾ പറഞ്ഞത്. അതേ ഒരു ഓവർ കോൺഫിഡൻസും ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ ബാധിച്ചിട്ടുണ്ട്. അവർ ബേസിക്കലി കോൺഗ്രസ്സുകാർ പണിയെടുക്കാൻ മടിയന്മാരാണ്. അവർ ഗ്രൗണ്ടിലിറങ്ങി പണിയെടുക്കില്ല. ബാക്കിയുള്ള അവരെ അവരുടെ സഖ്യകക്ഷിയിലേക്ക് ഇറക്കിയിട്ടാണ് അവന്മാരുടെ പരിപാടി. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ 2026 ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ ഒരു നീണ്ട നിര തന്നെ കോൺഗ്രസിലുണ്ട്. ഇപ്പോൾ പറയാം, VD സതീശൻ, K സുധാകരൻ, രമേശ് ചെന്നിത്തല, പിന്നെ നമ്മുടെ മുരളീധരൻ, ശശി തരൂർ, കേന്ദ്രത്തിൽ നിന്ന് രാഹുലിൻ്റെ മണിയടിച്ച് നടക്കുന്ന KC വേണുഗോപാൽ, ഇത്രയും ആൾക്കാർ, ഈ ഒരു 6 പേര് ഉണ്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് കണ്ണും വെച്ച് നടക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എന്തായാലും കേരളത്തിൽ UDFന് ഭരണം കിട്ടും, അപ്പോൾ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം അടിച്ചെടുക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് ഇവർക്കുള്ളത്. ഇതിനിടയിൽ മുസ്ലിങ്ങളെ ഒരു പ്രാതിനിധ്യം ഉറപ്പിച്ച് എങ്ങനെയെങ്കിലും മുസ്ലിം ലീഗ്, കുഞ്ഞാലിക്കുട്ടിക്ക് എങ്ങനെയെങ്കിലും ഒരു മുഖ്യമന്ത്രി സ്ഥാനം അടിച്ചെടുക്കാൻ പറ്റുമെന്ന് പുള്ളിക്കാരനും ട്രൈ ചെയ്ത് നോക്കും. അതിനുവേണ്ടി ഈ ജമാഅത്തെ ഇസ്ലാമിനും SDP അങ്ങനെയുള്ള സംഘടനകൾക്ക് കൂട്ടുപിടിച്ച് അവരും ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാക്കും, അത് ഉറപ്പാണ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഒരു സൈഡിൽ നിന്ന് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം അടിച്ചെടുക്കാൻ പറ്റുമെന്നൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിനിടെയാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം അവരുടെ ഒരു രാഷ്ട്രീയ ശൈലി, പ്രവർത്തന ശൈലി മാറ്റുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പരിഗണിച്ചാലോ ഒരു ചർച്ച ഉയരുന്നുണ്ട്. ഒഫീഷ്യലായിട്ടല്ല, ഒരു അൺഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അതായത് 2 കാര്യങ്ങളാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതായത് 2025 ഡൽഹി ഇലക്ഷൻ നടക്കാൻ പോവാണ്. അപ്പോൾ ഡൽഹിയിലേക്ക് പരിഗണിക്കണോ അതോ കേരളത്തിലേക്ക് പരിഗണിക്കണോ എന്ന ഒരു ചർച്ച കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് പ്രിയങ്ക വാദ്രയെ. അപ്പോൾ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ അപ്പോൾ അതീഷ മെർലേന സിംഗാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം സ്മൃതി ഇറാനിയെ BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരുന്നും ഒക്കെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ അൺഒഫീഷ്യലാണ് കേട്ടോ. അതായത് ഒഫീഷ്യലായിട്ട് BJP ഒരു കാലത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ കോൺഗ്രസിന് വേണ്ടി ഒരു ലേഡി റെപ്രസെൻറ്റേഷൻ വേണം. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നാലോ എന്നുള്ള ഒരു ചർച്ച കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട്. അത് നോക്കാം നമുക്ക്, അതവിടെ വെക്കട്ടെ. പക്ഷേ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് തെക്കേ ഇന്ത്യയിൽ പെങ്ങള്, വടക്കേ ഇന്ത്യയിൽ ആങ്ങള, അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് പോവുകയാണ് കോൺഗ്രസ്. അതായത് നോർത്ത് ഇന്ത്യയിൽ കേന്ദ്രീകരിച്ച് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കും. രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യും. സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് പെങ്ങളും കോർഡിനേറ്റ് ചെയ്യും. അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് കോൺഗ്രസിന് എതിരെ പൊതുവേ ഒരു ആരോപണമുണ്ട്. അതായത് അവർ പ്രധാനമന്ത്രി സ്ഥാനങ്ങൾ, ഗാന്ധി കുടുംബം വലിയ സ്ഥാനങ്ങൾ മാത്രമേ അവർ ഏറ്റെടുക്കൂ. പ്രധാനമന്ത്രി സ്ഥാനം, പ്രധാനമന്ത്രി സ്ഥാനം, അങ്ങനെയുള്ള വലിയ സ്ഥാനങ്ങൾ മാത്രമേ പ്രതിപക്ഷ നേതാവ്, അങ്ങനെ വലിയ സ്ഥാനങ്ങൾ മാത്രമേ അവർ ഏറ്റെടുക്കൂ എന്നുള്ള ഒരു ആരോപണമുണ്ട്. ആ ഒരു മുനിയൊടിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം വിലപ്പോകുമെന്നറിയില്ല. അപ്പോൾ കേരളത്തിൽ പ്രിയങ്ക വാദ്രയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാനുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ കേരള നേതാക്കന്മാർക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടുത്തെ നേതാക്കന്മാർക്ക് അതായത് ഒരക്ഷരം ഇതിനെതിരെ പ്രതികരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു കാര്യം നടക്കും. അതായത് കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും ഒറ്റക്കെട്ടായി കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരക്കും. എല്ലാവിധ ഈ ഭീകര സംഘടനകളും എല്ലാ സുഡാപ്പികളെല്ലാവരും ചേർന്ന് കോൺഗ്രസിന് പിന്നിൽ അണിനിരക്കും.
UDF പിന്നിൽ അണിനിരക്കും. അപ്പോൾ പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയാവാനുള്ള ഒരു സാധ്യത. പിന്നെ ഒരു കാര്യം, ഇൻ കേസ് പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി മുഖമായിട്ട് ഉയർത്തി കാണിക്കുകയാണെങ്കിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത് വെച്ചാൽ എന്തായാലും മത്സരിക്കുന്ന മലപ്പുറത്തായിരിക്കും. മലപ്പുറത്ത് മാത്രമേ ഗ്യാരണ്ടി ഉള്ളൂ. അതായത് ഒരു അസംബ്ലിയിലേക്ക് ജയിച്ച് മത്സരിക്കണമെങ്കിൽ മലപ്പുറത്ത് മാത്രമേ പറ്റൂ. അപ്പോൾ വയനാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. അപ്പോൾ ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര മത്സരിക്കാനാണ് സാധ്യത. അതായത് വേറെ ആരുമില്ല, ഗാന്ധി ഫാമിലിയിൽ നിന്ന് മാത്രമേ അവിടെ മത്സരിക്കൂ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് റോബർട്ട് വാദ്രയ്ക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ എന്താ സംഭവിക്കാമെന്നറിയാം, പോസ്റ്ററിങ്ങനെ ആയിരിക്കും, റോബർട്ട് വാദ്ര ഗാന്ധി. നല്ല പേര്, നല്ല രസമില്ലേ കേൾക്കാൻ, റോബർട്ട് വാദ്ര ഗാന്ധി വിജയിപ്പിക്കുക എന്നൊക്കെ പോസ്റ്ററൊക്കെ ഞങ്ങൾക്ക് വയനാട് കാണാം. ഈ വയനാടുകാർക്ക് ഭയങ്കര അവരോട് കാര്യം കേട്ടോ, അവരെ കാര്യം ആലോചിക്കുമ്പോൾ ചിരി വരും കേട്ടോ. എല്ലാ വർഷവും തിരഞ്ഞെടുപ്പ് ആലോചിച്ച് നോക്കിയ കഷ്ടം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു അവസരം, അപ്പോൾ BJP CPM എന്തായാലും കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. അവരും തന്ത്രങ്ങളുടെ ആശാന്മാരാണ്, ശരിക്കും നന്നായിട്ട് കളിക്കാൻ അറിയുന്നവരാണ് CPMമാരും BJPക്കാരും. അപ്പോൾ ഇവരെന്ത് ചെയ്യണം, കേരളത്തിൽ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാകുമ്പോൾ എല്ലാവിധ ഇസ്ലാമിക സംഘടനകളും ഭീകരവാദികളൊക്കെ UDF സപ്പോർട്ട് ചെയ്യുമ്പോൾ BJPയും CPMും ഒരു മുന്നണിയായിട്ട് മത്സരിക്കണം. ഇവിടെ കേരളത്തിൽ BJPക്ക് 20% വോട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടാളും ഒന്നിച്ചു കഴിഞ്ഞാൽ ഈ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്താം. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഭരണത്തിൽ ഏറ്റെടുക്കും. നമുക്കറിയാം, ഈ കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ ശരിക്ക് കട്ടുമുടിച്ചത്, കുളം തോണ്ടിയത് ഇവരാണ്. ഇവർ ഭീകരവാദികൾക്കും ഈ അമിതമായ ഇസ്ലാമിക പ്രീണനം നടത്തിയിട്ട് രാജ്യത്തെ കുളം തോണ്ടി നശിപ്പിച്ചത് ശരിക്കും ഈ കോൺഗ്രസ് ആണ്. ഈ കോൺഗ്രസിന് ഒരു തരത്തിലും ഭരണത്തിൻ്റെ ഒരു 7 അയൽവക്കത്ത് അടുപ്പിക്കരുത് ഇവന്മാരാണ്. ഇനി CPM മരിച്ചാൽ പോലും ഇത്ര മോശം ഉണ്ടാവില്ല. അവന്മാർ കക്കും മുക്കൊക്കെ ചെയ്യും. പക്ഷേ ഭയങ്കരമായ രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല. അവർക്ക് കുറച്ചെങ്കിലും ജനങ്ങളെ പേടിയുണ്ട്. യവന്മാർക്ക് ഒരു പേടിയില്ല ജനങ്ങളെ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രിയായി സ്ഥാനാർത്ഥി കാണിക്കുകയാണെങ്കിൽ കേരളത്തിൽ CPM BJPയും ഒരു മുന്നണിയായി മത്സരിച്ച് അവന്മാരെ പരാജയപ്പെടുത്തണം. അതാണ് എൻ്റെ വലിയൊരു അഭിപ്രായം. അതായത് എന്തിനാണെന്ന് വെച്ചാൽ ഇത്തരം ഭീകരവാദികളെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുക, അത്രേ ഉദ്ദേശമുള്ളൂ. അതായത് ഇവർ വന്നു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും ഈ ഇസ്ലാമികവൽക്കരണം നടക്കും. അവരങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ചോദിച്ചു വാങ്ങുക. എഡ്യൂക്കേഷൻ, വ്യവസായം, അങ്ങനെയുള്ള തന്ത്രപ്രധാനമായ കാര്യങ്ങളൊക്കെയാണ് അവർ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ചോദിച്ചു വാങ്ങുക. അപ്പോൾ ഇവർ 5 വർഷം ഭരിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഇസ്ലാമികവൽക്കരണം നടക്കും ഇതിനകത്തൊക്കെ. അതൊക്കെ ഈ എന്താ പറയുക, നമ്മുടെ ആ ഒരു സാമൂഹിക വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന രീതിയിലായിരിക്കും കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിലുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒഴിച്ചു നിർത്താൻ വേണ്ടി, അതായത് ഇത്തരം ഈ ഭീകര സംഘടനകളുടെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്താൻ CPMും BJPയും സഖ്യം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വലിയേറെ അഭിപ്രായം. അത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അതായത് CPM അടുത്ത കാലത്തായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, CPM അടുത്ത കാലത്തായിട്ട് പിണറായി വിജയനൊക്കെ പറയുന്നു STPയും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഒരു ഭീകര സംഘടനയാണ്. അവർ പ്രത്യക്ഷത്തിൽ അവർക്കെതിരെ ഒരു ആരോപണമുണ്ട്. അതായത് പാർട്ടിയിൽ നിന്ന് സഖാക്കന്മാർ കൊഴിഞ്ഞു പോകുന്നുണ്ട്, ഹിന്ദു സഖാക്കന്മാർ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ ആരോപിക്കുന്നു, അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ CPM അമിതമായി ഒരു ഇസ്ലാമിക പാർട്ടിയെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലാണ്. പക്ഷേ ആ ഒരു അപവാദം മാറ്റാൻ വേണ്ടി ഇപ്പോൾ അവർ തുടങ്ങിക്കഴിഞ്ഞു. അതായത് പാർട്ടിയിലുള്ള മുസ്ലിങ്ങളെ മനഃപൂർവ്വം, അതായത് ബോധപൂർവം ഇൻറ്റൻഷനലി വെറുപ്പിച്ച് പാർട്ടിയിൽ നിന്ന് അകറ്റുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്നുണ്ട്. നമുക്കറിയാം, ഈ P ജയരാജൻ്റെ ഒരു ബുക്ക് ഒക്കെ റിലീസ് ചെയ്തില്ലേ, പിണറായി വിജയൻ റിലീസ് ചെയ്തത്, അതിലൊക്കെ ഇവന്മാരെക്കുറിച്ച് ഇവരെ തീവ്രവാദ ആക്ടിവിറ്റീസും സിറിയയിലൊക്കെ അഫ്ഗാനിസ്ഥാനിലേക്കൊക്കെ പോയതിനൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ CPM ആ ഒരു ലൈനിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടാളും ഒന്നിച്ച് സഖ്യം തെരഞ്ഞെടുപ്പ് നേരിട്ട് ഇവരെ പരാജയപ്പെടുത്തട്ടെ. അവരെ എന്തായാലും പരാജയപ്പെടുത്താൻ പറ്റും. BJPയുടെ 20% വോട്ടും CPMൻ്റെ വോട്ടും ചേർന്ന് കഴിഞ്ഞാൽ അവരെ പരാജയപ്പെടുത്താൻ കഴിയും. BJPക്ക് ഒരു 10-15 MLAമാരുണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ മൊത്തത്തിൽ കളി മാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിൽ നടക്കുന്ന അമിതമായ ഇസ്ലാമിക പ്രീണനം അതോടുകൂടി അവസാനിപ്പിക്കാൻ പറ്റും. BJPയും CPM മുൻകൈ എടുത്തു കഴിഞ്ഞാൽ അവസാനിപ്പിക്കാൻ പറ്റും. എന്ത് തന്നെയാലും ഒരു ഇസ്ലാമിക മുന്നണി, അതായത് ഒരു ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ആ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് പകരം അതിനെക്കാട്ടും നല്ലത് ഇവർ ഭരിക്കുന്നതായിരിക്കും. അതാണ് എൻ്റെ ഒരു വലിയൊരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നറിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഈ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നില്ലേ. അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.